ഇന്നലെ ശരിക്കും അബ്സല്യൂട്ട്ലി ഹൈദരാബാദ് എഫ് സി കാഴ്ചവെച്ചതാണ് പോരാട്ടം എന്ന് പറയുന്നത്. ചെന്നൈയിൻ എഫ് സിയുടെ പേര് കേട്ട ടീം ഓവൻ കോഹ്ലി വളരെ കരുത്തന്മാരായിട്ടുള്ള മുന്നേറ്റത്തിന്റെ താരങ്ങൾ 9 അറ്റാക്കേഴ്സിനെയാണ് ഇന്നലെ കളത്തിൽ ഇറക്കിയത്. ഐ റിപ്പീറ്റ്, 3 4 ഒന്നുമല്ല, 9 അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെയാണ് ഇന്നലെ ഓവൻ കോഹ്ലി കളത്തിൽ ഇറക്കിയത്. പക്ഷേ അവരെ കൊണ്ടൊന്നും ഹൈദരാബാദിന്റെ പ്രതിരോധത്തിന്റെ പൂട്ടുപൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മലയാളി താരമായിട്ടുള്ള അലക്സ് സജി അവിടെ പാറ പോലെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അബ്സല്യൂട്ട്ലി കൊടികെട്ടിയ വിദേശ താരങ്ങളെക്കാൾ മികച്ച പ്രതിരോധ പ്രകടനം അലക്സ് സജി കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈദരാബാദ് എഫ് സി വിശ്വസിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ ഈ മലയാളി താരത്തിന്റെ കയ്യിലേക്ക് ക്യാപ്റ്റന്റെ ആംബാന് നൽകിയത്. ബ്ലാസ്റ്റേഴ്സും അലൻ സജിയും തമ്മിൽ വേറൊരു ബന്ധമുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഈ സജി ഇന്ത്യൻ ഫുട്ബോളിലെ സോളിഡ് ബാക്ക് എന്നറിയപ്പെടാനുള്ള എല്ലാ ക്വാളിറ്റി ഉണ്ട്. കാരണം 9 അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ അണിനിരത്തിയിട്ട് പോലും 10 പേരായി ചുരുങ്ങിയ ഹൈദരാബാദ് എഫ് സി തങ്ങളുടെ നെറ്റിലേക്ക് ഒരു ഗോൾ പോലും കയറ്റാതെ പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റിന്റെ 99.99% ഈ സജിക്ക് തന്നെ കൊടുക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യ പകുതിയിൽ ഓവൻ കോഹ്ലി ബിൽഡപ്പ് പ്ലേയിലൂടെ ഗോൾ അടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ അതും സജി അവിടെ പാറ പോലെ ഉറച്ചു നിന്ന് തടയുന്ന കാഴ്ചയാണ്. രണ്ടാമത്തെ തവണ ക്രോസുകളുമായിട്ട് നോക്കി, പക്ഷേ ടോളസ്റ്റ് വളരെ ഉയരമുള്ള സജി അവിടെയുള്ള കാലത്തോളം അവിടേക്ക് ക്രോസുകൾ സപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കണ്ണിങ് ഡിഫൻസീവ് എബിലിറ്റി എന്താണെന്ന് കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഓവൻ കോഹ്ലി ഇന്നലത്തെ മത്സരത്തിന് ശേഷം വളരെ ഡെസ്പറേറ്റ് ആയിട്ട് തന്നെയാണ് പെരുമാറിയത്. ഹാഫ് ടൈമിലാണ് അവന്റെ കിളി പോയിട്ടുണ്ടായത്. കാരണം ഹൈദരാബാദിനെ വേഗത്തിലിട്ട് തുടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ സജി ഇങ്ങനെ പാറ പോലെ ഉറച്ചു നിൽക്കുമ്പോൾ ഒന്നിനും ചെയ്യാൻ പറ്റാത്തത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും. ഇന്നലെ ഓവൻ കോഹ്ലിയും ചെന്നൈയും നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. ഈ സീസണിലെ ആദ്യ ഗോൾലെസ് ഡ്രോ ഇന്നലെ വഴങ്ങേണ്ടി വന്നപ്പോൾ സജി മികച്ചു നിൽക്കുകയാണ് തന്റെ പ്രതിരോധ പ്രകടനത്തിന്റെ പീക്കിൽ.